ഇതായിരിക്കണം ഒരു മുസ്ലിമിന്റെ നിലപാട്. നമ്മൾ എപ്പോഴും നല്ലത് ചിന്തിക്കാവൂ, നമ്മൾ എപ്പോഴും നല്ലത് വേണം ചിന്തിക്കാൻ. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ലൗലാ ഇദ സമഅതുമൂഹു ദന്നൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ബിഅൻഫുസിഹിം ഖൈറാ. എപ്പോഴും നല്ലത് വേണം ചിന്തിക്കാൻ. അതെന്തെങ്കിലും ആയിരിക്കും, നിങ്ങൾ ചുമ്മാതെ മിണ്ടാതിരിക്കും, അത് അവർ സംസാരിച്ചതായിരിക്കും, അല്ലെങ്കിൽ അതൊക്കെ ജനങ്ങൾ ചുമ്മാതെ പറയുന്നതായിരിക്കും. അവരങ്ങനെ നടക്കുന്നവരല്ല. ഇവിടെ ഒരു മോശമായ കാര്യം പറയുന്നത് കേട്ടാൽ നമ്മൾ നല്ലത് മാത്രം ചിന്തിക്കണം. അള്ളാഹു നമുക്ക് മന്ത്രിമാറാകട്ടെ, അതെന്തുമാകട്ടെ, അവർ അള്ളാഹു തമ്മിൽ തീർക്കട്ടെ. ആയിഷ അല്ലെങ്കിൽ ആമിന അവരെന്തെങ്കിലും ചെയ്തെങ്കിൽ അവർ അള്ളാഹു തമ്മിൽ തീർക്കട്ടെ. നീ എന്തിനാ, നീ ഇല്ലാത്ത കഥ പറയാനും അതിന്റെ ചുവട് പിടിക്കാനും നീ എന്തിനാ നിൽക്കണം? അവർ അള്ളാഹു തമ്മിൽ തീർക്കട്ടെ, നീ എന്താ ചെയ്യാ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നീ വഴുതു പറയുന്ന ഞാൻ കള്ളു കുടിച്ചു എന്നൊരു വാർത്ത കേട്ടു, നിങ്ങൾ എന്ത് ചെയ്യും? അള്ളാഹു ആലം, കിട്ടിയ പാടെ കിട്ടാത്ത പാടെ എല്ലായിടത്തും പറയും. ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ കരുതുക, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു ആമീൻ പറയടോ. ഞാനൊരു തെറ്റ് ചെയ്തു, നിങ്ങൾ എല്ലാവരും അറിഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യും? മാക്സിമം ആരോടൊക്കെ പറയാൻ പറ്റുമോ അവരോട് മുഴുവനും പറയും. വേണ്ട, നിങ്ങളുടെ നാട്ടിലെ ഒരു പെൺകുട്ടി ഒരു അമുസ്ലിമിന്റെ കൂടെ ഒളിച്ചോടി പോയി, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത് നിങ്ങൾ എന്ത് ചെയ്യും? ആ പെണ്ണിന്റെയും പയ്യന്റെയും ഫോട്ടോയും കൂടെ ചേർത്ത് വെച്ചിട്ട് ലോകം മുഴുവനും അറിയിക്കും. ലോകം മുഴുവനും പറയും, ആയിഷ കേശവന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന്. അങ്ങനെ എഴുതുക. എത്ര പറഞ്ഞ് നാണം കെടുത്താൻ പറ്റും അത്രയും നാണം കെടുത്തും. നിങ്ങൾ ചിന്തിക്കും പെങ്ങളെ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ പെണ്ണിന് തോന്നി, അള്ളാഹ് ഞാൻ ചെയ്തത് പാവം അടച്ചവനെ, ഞാൻ ചെയ്തത് തെറ്റാ അടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണ് അള്ളാഹുവിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കോ? നിങ്ങളെന്തോ ഇങ്ങനെ ഇരിക്കണം, പുറത്തു കൊടുക്കോ? കൊടുക്കുമോ ഇല്ലേ? കൊടുക്കുമോ ഇല്ലേ? ആ പെണ്ണിന് അള്ളാഹ് പുറത്തു കൊടുക്കോ? നിങ്ങളെന്തോ ഇങ്ങനെ ഇരിക്കണേ, അള്ളാഹു പുറത്തു കൊടുക്കും. നീ ഈ ഫോട്ടോ ഇട്ടിട്ട് ഷെയർ ചെയ്ത് നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തിയില്ലേ? നീ അള്ളാഹിനോട് തൗബ ചെയ്ത് അള്ളാഹ് പുറത്തു തരുവോ? നിങ്ങളെന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? താത്ത പുറത്തു തരുവോ? നിങ്ങളെന്താ ചിരിക്കണേ? ഓള് പോയി അള്ളാഹുടെ മുമ്പിൽ തൗബ ചെയ്തു, അള്ളാഹ് പുറത്തു കൊടുത്തു. നീ 4 പേരോട് പറഞ്ഞു, നീ തൗബ ചെയ്താൽ പൊരുത്തപ്പെട്ട് തരുവോ? ഇല്ല. അപ്പൊ നിനക്ക് വിവരമുണ്ട് അല്ലേ? എന്നിട്ടല്ലേ ഈ പണി കാണിക്കണേ? അള്ളാഹു മാതിരി മാറാകട്ടെ.